അപ്പം നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ അതായത് ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്ററിൻ്റെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ഒന്ന് നോക്കാം. എന്താ തെർമോഡൈനാമിക്സ്? ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹീറ്റും മറ്റേ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്റ്റഡിയാണ് നമുക്ക് തെർമോഡൈനാമിക്സ്. നമുക്ക് സിസ്റ്റം എന്ന് പറയാം, സറൗണ്ടിങ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരുന്ന സിസ്റ്റം, പലതരത്തിലുള്ള സിസ്റ്റം ഉണ്ട്. ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്, പുറത്തേക്ക് ആയിട്ട് ബന്ധമില്ലാത്ത സിസ്റ്റം ഉണ്ട്. പിന്നെ നമുക്ക് നിങ്ങൾ ഇനി സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറിനെ നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്ന ടേംസ് കൊണ്ട് വെക്കും. ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ ഇൻറ്റേർണൽ എനർജി കൂടും, ടെമ്പറേച്ചർ കുറയുവാണെങ്കിൽ ഇൻറ്റേർണൽ എനർജി കുറയുമെന്ന് നമ്മൾ പറയും. സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ എനർജി കുറയാം, സിസ്റ്റം പുറത്തുനിന്ന് ഹീറ്റ് എടുത്തിട്ട് വർക്ക് ചെയ്യാം. ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ടു പർപ്പസ്. രണ്ട് കാര്യത്തിന് ഉപയോഗിക്കുന്നു. ഒന്ന് ഫോർ ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി, ദെൻ ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക്. ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി എന്താണ്? ഇൻക്രീസ് ഇൻ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ദെൻ ഫോർ ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക്. എക്സ്റ്റേണൽ വർക്ക് ഇതിനെ വേറെ രീതിയിൽ എഴുതിയാൽ Q = ΔU + PdV. വർക്ക് എന്ന് പറഞ്ഞാൽ PdV ആണ്. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കും. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ് വർക്ക് ചെയ്തിട്ട് ഇനി ഒരു പോയിന്റ് ഓർത്തിരിക്കുക. തെർമോഡൈനാമിക്സ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ചേഞ്ച് ഇൻ വോളിയം അവിടെ ഉണ്ട്. ചേഞ്ച് ഇൻ വോളിയം ഇല്ലെങ്കിൽ അവിടെ എന്ത് നടക്കുന്നില്ല? വർക്ക് നടക്കുന്നില്ല. നമുക്ക് ചില പ്രോസസ്സുകളെ നമുക്ക് പരിചയപ്പെടണം. ഒന്ന് സൈക്ലിക് പ്രോസസ്സ്. ഒരു പ്രോസസ്സ് എവിടെയാണോ സിസ്റ്റം തുടങ്ങിയത് അവിടെ തന്നെ സിസ്റ്റം അവസാനിക്കുകയാണെങ്കിൽ അത്തരം പ്രോസസ്സുകളെ നമ്മൾ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയും. റിവേഴ്സിബിൾ പ്രോസസ്സ്. ഒരു പ്രോസസ്സ് നടക്കാനുള്ള കണ്ടീഷൻസ് നമ്മൾ റിവേഴ്സ് ചെയ്യണം. ഇഫ് യു റിവേഴ്സ് ദ കണ്ടീഷൻസ് ആൻഡ് ദ പ്രോസസ് റിട്ടേൺ ടു ദ ഇനിഷ്യൽ സ്റ്റേജ് ത്രൂ ദ സെയിം സ്റ്റെപ്സ് ആസ് ഇറ്റ് അഡ്വാൻസ് ചെയ്ത് അതേ സ്റ്റെപ്പിൽ കൂടെ അത് തിരിച്ചെത്തുകയാണെങ്കിൽ അത്തരം പ്രോസസ്സുകളെ നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയും. റിവേഴ്സിബിൾ ആക്കാവുന്ന പ്രോസസ്സാണ്. സൈക്ലിക്കിൽ നമുക്ക് അങ്ങനെ ഇല്ല, തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നേ ഉള്ളൂ? തിരിച്ചെത്തണമെന്നേ ഉള്ളൂ. ദെൻ അടുത്താണ് വേണ്ട സംഗതി തെർമോഡൈനാമിക് പ്രോസസ്സുകളിലെ വേറെ ചില ക്ലാസിഫിക്കേഷൻസ്. ഒന്ന് ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ പ്രത്യേകത ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ പ്രോസസ്സ്. സിസ്റ്റത്തിൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ ടെമ്പറേച്ചർ എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജിക്ക് മാറ്റം ഉണ്ടാവില്ല. ഇൻറ്റേർണൽ ΔU എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ എന്തുവരും? കൊടുക്കുന്ന ഹീറ്റ് Q = 0 + PdV എന്ന് വരും നമ്മുടെ ഇക്വേഷനിൽ. അല്ലെങ്കിൽ മൊത്തം എന്തായിട്ട് മാറും? PdV വർക്കായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടണം. ഇല്ലെങ്കിൽ ഇനി ഒരു കാര്യം കൂടെ, ഐസോതെർമൽ പ്രോസസ്സിന് വേറൊരു കാര്യമുണ്ട്. ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അതുകൊണ്ട് എപ്പോഴെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ എനർജി കുറയും. അത് പറ്റില്ല, ഹീറ്റ് പുറത്തുനിന്ന് എടുക്കണം. സോ ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റ് പുറത്തുനിന്ന് എടുക്കുകയോ എക്സ്ട്രാ ഉണ്ടാകുന്ന ഹീറ്റ് പുറത്തേക്ക് കളയുകയോ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തെർമോഡൈനാമിക് സിസ്റ്റം നല്ല പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സംവിധാനമായിരിക്കും. സറൗണ്ടിങ്സുമായിട്ട് നല്ല എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് അതിന് ഉണ്ടായിരിക്കും ഐസോതെർമൽ. ദെൻ അഡിയബാറ്റിക് പ്രോസസ്സ്. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത സറൗണ്ടിങ്സുമായിട്ട് യാതൊരു ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ഡ്യൂറിങ് എ പ്രോസസ്സ്. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുമ്പോൾ നോ ഹീറ്റ് പുറത്തേക്ക് വിടത്തുമില്ല, ഇതില്ല ഹീറ്റ് അകത്തോട്ട് എടുക്കത്തില്ല. നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. അപ്പോൾ എന്തുവരും? ഹീറ്റ് അതിന് കിട്ടാനില്ല. ദെൻ അപ്പോൾ ഇക്വേഷൻ എന്തുവരും? Q എന്ന് പറയുന്നത് 0 ആയി പോവും. അപ്പോൾ 0 = എന്തുവരും? ΔU + PdV. ΔU പുറത്തോട്ടുണ്ടെന്ന് അപ്പം -ΔU = PdV. അതായത് അഡിയബാറ്റിക് പ്രോസസ്സ് നടന്നാൽ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കുറയും. അതായത് ഇൻറ്റേർണൽ എനർജി കുറയും, ടെമ്പറേച്ചർ കുറയും. ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് സഡൻ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചർ കുറഞ്ഞു പോകും. അഡിയബാറ്റിക് എക്സ്പാൻഷനാണ്. ഓർത്തിരിക്കണേ ആ ഇതിൻ്റെ എക്സാമ്പിൾ ഓർത്തിരിക്കണം. സഡൻ എക്സ്പാൻഷൻ. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ മോട്ടോർ കാർ ടയർ ബേസ്റ്റ് ചെയ്യുവാണെങ്കിൽ പൊട്ടുമ്പോൾ അതിനുള്ളിലെ ഗ്യാസ് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യും. അഡിയബാറ്റിക് എക്സ്പാൻഷനാണ്.
അപ്പോൾ അതിന് അവിടെ തണുപ്പ് അനുഭവപ്പെടും. ടെമ്പറേച്ചർ ഇൻ്റേണൽ എനർജി കുറയും, തണുപ്പ് അനുഭവപ്പെടും. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾ ഓർത്തോണം. വെൻ മോട്ടോർ കാർ ടയർ ബേസ്ഡ് ടെമ്പറേച്ചർ ഡിക്രീസസ്, അല്ലെങ്കിൽ അതിന് കാരണം ഇറ്റ് ഇസ് ആൻ അഡിയബാറ്റിക് പ്രോസസ്, ഇൻ്റേണൽ എനർജി ഡിക്രീസസ്, ടെമ്പറേച്ചർ ഡിക്രീസസ്. ദെൻ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഈ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കണ്ടീഷനിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ് പി വി ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ ബാധകമാണ്. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കണ്ടീഷനിൽ പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഈ രണ്ട് കണ്ടീഷൻസും നിങ്ങൾ ഓർത്തിരിക്കണം. നമുക്കത് പിന്നീട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷനായിട്ട് നമുക്ക് ഓർക്കാവുന്ന ഒരു സംഗതി പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്, അല്ലെ പി വി ഈസ് ഈക്വൽ ടു ആർ ടി എന്നുള്ള ഇക്വേഷൻ. അഡിയബാറ്റിക്കിൻ്റെ കേസിൽ അത് പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി വരും നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ചെയ്യാൻ. ഇനി രണ്ട് പ്രോസസ്സുകളുണ്ട്. ഐസോബാറിക് പ്രോസസ്സ്, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന പ്രോസസ്സ്, ഐസോബാറിക് പ്രോസസ്സ്. In a process, in a thermodynamic process, if pressure is constant, process is called isobaric process. Then isochloric process, വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തോടെ ഈ പ്രോസസ്സുകളോടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കും. ഇത് രണ്ടുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഇതിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഗതി, ഇതിൻ്റെ മിക്കപ്പോഴും പരീക്ഷയിൽ ചോദിക്കുന്നത് വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. വർക്ക് ഡൺ in നോക്കാം. വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, വർക്ക് ഡബ്ല്യു എന്ന് വെച്ചാൽ പി ഡി വി എന്നാണ്. ഈ വോളിയം V1 നിന്ന് V2 ചേഞ്ച് ചെയ്യുക. അപ്പോൾ വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, വർക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. V1 to V2 പി ഡി വി എന്ന് ഇൻ്റഗ്രേഷൻ നേരത്തെ ഒന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. നോക്കാം, നമുക്കൊന്ന് V2 പി ഡി വി എന്ന് പറയാം. പക്ഷേ ഇവിടെ ഡി വി അടക്കുന്നതിനെ വിയിലേക്ക് മാറ്റണം. നമുക്കറിയാം ഐസോതെർമലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു നമ്മൾ പി വി ഇസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. പി വി ഇസ് എ കോൺസ്റ്റൻ്റ്, അല്ലെ പി വി ഇസ് ഈക്വൽ ടു ആർ ടി എന്നാണ്. നോക്കാം, ഇവിടെ അത് അങ്ങനെയാണെങ്കിൽ പി ഇസ് ഈക്വൽ ടു ആർ ടി ബൈ വി എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 to V2, പിയുടെ സ്ഥാനത്ത് കൊടുക്കും ആർ ടി ബൈ വി ഡി വി. ആർ ടി പുറത്തെടുക്കാം. ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 to V2 ആർ ടി ഇങ്ങോട്ടെടുത്തു. 1/v dv. 1/v dv എന്ന് പറഞ്ഞാൽ 1/vയുടെ ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ ലോഗാണ്. അപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇങ്ങനെ ബ്രാക്കറ്റ് നമ്മളിടും. ഇങ്ങനെ മുകളിൽ താഴെ ചെയ്തുകൊണ്ടപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ലോഗ് V1 to V2 എന്ത് വരും? ഇവിടെ ആർ ടി കിടപ്പുണ്ട്, എന്നിട്ട് എഴുതാം. അപ്പം ഡബ്ല്യു ഈസ് ഈക്വൽ ടു ആർ ടി ഇൻറ്റു ലോഗ്, ഈ വാല്യൂ ആദ്യം കൊടുക്കും, ലോഗ് അപ്പർ ലിമിറ്റ് കൊടുക്കും അല്ലേ, V2 മൈനസ് താഴത്തെ കൊടുക്കും, ലോഗ് V1 ഈസ് ഈക്വൽ ടു ആർ ടി ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി ആണ്. ആർ ടി ലോഗ് V2 ബൈ V1. ഇത് ഇ ടു ദ ബേസ് ആണ്. 10 to the ബേസിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിടാം. അങ്ങനെ വരുമ്പോഴത്തേന് 2.3 നോട്ട് 3 നമുക്ക് എഴുതാം. ദെൻ അതിനകത്ത് എന്ത് വരും? ആർ ടി ലോഗ് V2 ബൈ V1 ഡബ്ല്യു. ഇതാണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ. ക്വിക്കായിട്ട് ഇതിലോട്ട് പോവാണ്. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ ഇൻ ആൻ ഇച്ചിരൂടെ ഒരു പരീക്ഷ ഇതിലെങ്കിലും ഒരെണ്ണം വരും കേട്ടോ. അഡിയബാറ്റിക് പ്രോസസ്സ് വർക്ക് ഡൺ വരാം. നോക്കാം, ഒന്ന് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ റിലേഷൻ എങ്ങനെയാണ്? വർക്ക് എന്ന് പറയുന്നത് dW ഈസ് ഈക്വൽ ടു പി ഡി വി എന്നാണ്. നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ റിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ്. ഗാമ എന്ന് പറഞ്ഞാൽ സി പി ബൈ സി വി ആണ്. ദെൻ V1 നിന്ന് V2 മാറുന്ന ഒരു കേസിലെ വർക്ക് എന്ന് പറയുന്ന വർക്ക് W സമം ഇൻ്റഗ്രൽ V1 to V2 പി ഡി വി എന്ന് കൊടുക്കും. ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇവിടുന്ന് അപ്പോൾ പി ഈസ് ഈക്വൽ ടു കെ ബൈ വി റേസ് ടു ഗാമ എന്നിങ്ങനെ എഴുതുന്ന കേട്ടോ. ഗാമ നമുക്കെന്ത് വരും? W ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 to V2 കെ ബൈ വി റേസ് ടു ഗാമ ഡി വി. പി റേസ് ടു ഗാമ കെ പുറത്തോട്ടെടുക്കാം. W ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻ്റഗ്രൽ V1 to V2 ഇതിന് മുകളിൽ 1/v റേസ് ടു ഗാമ ഡി വി.
W is equal to K into V1 to V2. ഇത് മുകളിൽ കയറ്റി എഴുതാം. V raised to gamma dV. ഇത് മുകളിൽ വന്നപ്പോൾ തന്നെ മൈനസ്. എങ്ങനെയാണ് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത്? എൻ അല്ലേ, എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. ഇവിടെ എന്ത് വരും? ഇവിടുത്തെ നമ്മൾ ചെയ്യുമ്പോൾ W is equal to K into നമുക്ക് ബ്രാക്കറ്റ് വരും, ഇതുള്ളത് കൊണ്ട് V raised to minus gamma plus 1 divided by minus gamma plus 1 ബ്രാക്കറ്റ് V1 V2. ഇത്രയൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കുറേയധികം കിട്ടും. ഇസ് ഈക്വൽ ടു W ഇസ് ഈക്വൽ ടു K ഇൻറ്റു ഇതിന് പുറത്തേക്ക് എടുക്കുക മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് ഗാമ എന്നത് എഴുതാവുന്നതാണ്. ബ്രാക്കറ്റിൽ എന്തുവരും? അത് ഈ വില കൊടുക്കുക. V2 മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് V1 മൈനസ് ഗാമ പ്ലസ് 1. ഓക്കെ. കെ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം, നമ്മുടെ ഇതല്ലേ പി വി റേസ് ടു ഗാമയാണ്. അപ്പം ഈ V2-ൻ്റെ കേസിൽ ഇത് P2 V2 റേസ് ടു ഗാമ എന്നും V1-ൻ്റെ കേസിൽ ഇത് P1 V1 റേസ് ടു ഗാമ എന്നും കെയ്ക്ക് വില കൊടുക്കാം, രണ്ട് കേസിലും. അപ്പോൾ എന്ത് വരും? ഞാൻ ഈ കെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. W is equal to 1/1 മൈനസ് ഗാമ. തിരിച്ചെഴുതുക. K V2 മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് K V1 മൈനസ് ഗാമ പ്ലസ് 1. ഇവിടെ അങ്ങോട്ട് ഞാൻ ഇത് ചെയ്യുവാണ്. ഇങ്ങോട്ട് നോക്കാം എന്ത് വരുമെന്ന്. W is equal to 1/1 മൈനസ് ഗാമ ഇൻറ്റു എന്ത് വരും? കെയ്ക്ക് പകരം ഇതിൻ്റെ കേസിൽ P2 V2 റേസ് ടു ഗാമ V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് ഇവിടുത്തെ കേസിൽ കെയ്ക്ക് പകരം V1 അല്ലേ, P1 V1 റേസ് ടു ഗാമ ദെൻ ഓൾറെഡി അവിടെയുള്ള V1 മൈനസ് ഗാമ പ്ലസ് 1. ഇതെന്ത് വരും? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. എ റേസ് ടു എം പ്ലസ് 1 വരും. W is equal to 1/1 മൈനസ് ഗാമ ഇൻറ്റു നമുക്ക് വരുന്നത് ഇൻറ്റു P2 V2 റേസ് ടു ഗാമ പ്ലസ് മൈനസ് ഗാമ പ്ലസ് 1 എന്ന് വരും. മൈനസ് P1 V1 റേസ് ടു ഗാമ മൈനസ് ഗാമ പ്ലസ് 1 എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്ത് വരും. ഈക്വൽ ടു W is equal to 1 മൈനസ് ഗാമ ഇൻറ്റു P2 V2 മൈനസ് P1 V1. ഇത് രണ്ടും വളരെയധികം വർക്ക് ഡൺ. പിന്നെ ഐസോതെർമലും അഡിയബാറ്റിക് പ്രോസസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.